പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വഴക്കിട്ടുപോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിൻ്റെ സന്നിധിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു, പല കല്യാണങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നുണ്ട്. പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം
പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുടെ കർത്താവേ, അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പം നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളോർക്കും നമ്മൾ ആകുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യും, 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്നാണ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം നടക്കുന്നുണ്ടാകും. നടക്കുന്നില്ലെന്നല്ല പറയണത്. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും വെയിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും വരണ എന്തിലായിരിക്കും? മൺപാത്രത്തിലായിരിക്കും. 2 കൊരിന്ത്യർ 4:7 എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം. സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല. ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം. ഈ നിധി മൺപാത്രത്തിലാണ് ലഭിക്കും. സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട്, പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണ മൺപാത്രത്തിലായിരിക്കും. അതെപ്പോഴും ഓർത്തേക്കണം. നിന്നെ മൺപാത്രമാക്കുക. ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, 6 മാസം കഴിയുമ്പോൾ നിൻ്റെ തൊപ്പി പോകും. ആരെങ്കിലും ഭാരം വെച്ച് പോയതായിരിക്കും. അപ്പം തന്നെ നീ ഒരു കേസ് കൊടുക്കും. നീ കേസ് കൊടുത്തു, അത് പ്രശ്നമൊന്നുമില്ല, ആർക്കത് വേണ്ടി നിനക്ക് തിരിച്ച് കിട്ടും. പക്ഷെ നീ അതിൻ്റെ പേര് അവനെ ശപിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോരുത്. എന്താ കാര്യം? നിന്നെ മൺപാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക്. കാര്യം നിങ്ങൾ ഓർക്കണത് ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണമെന്നാണ്. ഡോക്യുമെൻ്റ് അല്ലേ, ഡോഗ്മാസ് സഭ സംരക്ഷിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കുറേ പരിചരണ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെടാതിരിക്കില്ല. അല്ലാത്തതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാവും. പക്ഷെ അതേസമയം തന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടിയുള്ള പോലെ കുരുപ്പടി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി വെച്ചാൽ, ഇപ്പോൾ അനനിയാസേ പൗലോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ പിടിക്കപ്പെടുമല്ല. കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി താഴിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ. അപ്പം എന്നിട്ട് അനനിയാസിൻ്റെ കുറുക്ക് വരാൻ കൈ ഏൽപ്പിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് പേടിയാണ് അവനെ. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കൊല്ലണമാണ് ഞാൻ കേട്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. അപ്പോസ്തലർ പ്രവർത്തനം 9:15 കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. അതാണ് വിഷയം. കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ, അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം. കഥ ഉൾക്കൊള്ളുന്ന പാത്രത്തിനാണ് കഥാപാത്രം എന്ന് പറയണത്. അപ്പോൾ ദൈവം പറയുന്നതാണ്, എൻ്റെ നാമം വഹിക്കുന്ന പാത്രം. പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ. ചത്തുപോണ മനുഷ്യരുടെ കൊടിയും പിടിച്ച് നടക്കാനായിട്ടില്ലേ. അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചുകൊണ്ട് വഹിക്കുന്ന ആളായിരുന്നു പുള്ളി. ഇപ്പോഴെന്ത് പറ്റി? കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ, എൻ്റെ നാമം വായിച്ചത് വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. പൗലോസ് പറയും, ഞാൻ പാത്രമാണ്, പക്ഷെ സ്വർണ്ണപാത്രമൊന്നുമല്ല. പിന്നെന്താണ്? ഞാൻ മൺപാത്രമാണെന്ന് പറയും. മൺപാത്രമാണ്. എന്താണ്? ഈ സ്വർണ്ണപാത്രമായിരുന്നു പുള്ളി. അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് മൺപാത്രമായി മാറി. മൺപാത്രമാകുമ്പോൾ എന്ത് പറ്റി? കർത്താവിൻ്റെ നാമം വഹിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകും. സ്വർണ്ണപാത്രം താഴെ വിടാൻ ചടക്കേ ഉള്ളൂ. മൺപാത്രം താഴെ പിന്നെ ഉണ്ടാകത്തില്ല. അതാണ് മൺപാത്രത്തിൻ്റെ കുഴപ്പം, താഴെ പിന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ്. കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർക്കെല്ലാം ഒരു സൂക്ഷ്മത ഉണ്ടാകും. എൻ്റെ പേര് മണിയമ്മ. ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ
2022 ഡിസംബർ 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിന് 1 മാസം മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും വന്ന ശേഷം ലാസ്റ്റായിട്ടും തിരിച്ചു പോകാൻ പറ്റുകയില്ല. വിസയുടെ കാലാവധി തീരാറായി. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് 15 ദിവസത്തിനകം ടിക്കറ്റ് എടുത്തിച്ച്, അതിനു മുമ്പ് അവിടെ വിളിച്ചപ്പോഴൊന്നും അവർ ഒരു റിപ്ലൈയും തന്നില്ല. കമ്പനിയിൽ നിന്ന് ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി 15 ദിവസത്തിനകം അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് എടുത്ത് തിരിച്ചു ചെല്ലാൻ. അത് ലാസ്റ്റ് ദിവസമായിരുന്നു, വിസയുടെ കാലാവധി തീരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം കയറിപ്പോകാൻ പറ്റിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കമ്പനിയിൽ പല പ്രോബ്ലങ്ങൾ കാരണം അക്കാമ കൊടുക്കാതെ ഇരുന്നു. അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് അക്കാമ കൊടുക്കുകയും ജോലി സ്ഥിരമാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 26-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവൾ 4 വർഷമായി കല്യാണത്തിന് സമ്മതിക്കത്തില്ല. കല്യാണക്കാര്യം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് സെപ്റ്റംബർ 15, 2023 സെപ്റ്റംബർ 15-നകം കല്യാണം നടക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു കല്യാണം തന്നെ നടക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കേണ്ട അമ്മ, എന്തെങ്കിലും എനിക്കും കൂടെ സന്തോഷിക്കാനുള്ള വക തരണമെന്ന്. അന്ന് അമ്മയാണെങ്കിൽ 2 മണി കഴിഞ്ഞപ്പം ഒരാൾ വീട്ടിൽ വന്ന് എൻ്റെ മകൾക്കൊരു കല്യാണത്തെ പറ്റി സംസാരിച്ചു. അവൾ അതിനു മുമ്പ് ആര് വന്ന് കല്യാണത്തെപ്പറ്റി പറഞ്ഞാലും അവൾ അവരെല്ലാം ദേഷ്യപ്പെട്ട് ഓടിക്കുമായിരുന്നു. ആ പയ്യൻ തന്നെയാണ് വന്ന് ആലോചിച്ചത്. അതിന് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണെന്നും പറഞ്ഞു. ഏപ്രിൽ 8-ാം തീയതി അവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഓഗസ്റ്റ് 28-ാം തീയതി അവിടെ കല്യാണമാണ്. പിന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ വയറിന്, ഞാനിവിടെ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല, എനിക്ക് വയറിന് ഭയങ്കര പുകച്ചിലായിട്ട് ഞാൻ രാത്രിയിലൊന്നും ഉറങ്ങത്തില്ലായിരുന്നു. അത്രയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചത്. അത് പൂർണ്ണമായിട്ട് മാറി. എൻ്റെ നടുവിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തതാണ്. വീണ്ടും അത് ഉണ്ടാകാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതും ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ ഈ വലതുകാലിൻ്റെ ഇവിടെ നീർക്കെട്ടായിരുന്നു. അതിനും ഈ ഉടമ്പടി എണ്ണ മാത്രമാണ് ഉപയോഗിച്ചത്. അങ്ങനെ അതും ഇപ്പം മാറിയിട്ടുണ്ട്. കൃപാസന പത്രമെല്ലാം ഞാൻ പിന്നെ ആശുപത്രികളിലും അല്ലാതെ വഴിയിലൊക്കെ ഉള്ളിടത്തും എല്ലാം കൊണ്ടുവന്ന് ഓരോ വഴിയെ നടന്നൊക്കെയാണ് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലാതെ എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഇതേപ്പറ്റി അറിയാവുന്നവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് മാർച്ച് 30-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ശേഷം എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അവൾ കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് അവൾക്ക് കുട്ടികളില്ലായിരുന്നു. അവളെ ഇവിടെ അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് കുഞ്ഞുണ്ടായത്. അതിൻ്റെ ശേഷം 2 വയസ്സായിട്ടും അവൾ അധികം സംസാരിക്കത്തും ആരുടെ എനിക്ക് വരത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മാനസികമായിട്ട്, അതായത് ആരോടും സംസാരിക്കത്തില്ല, മന്ദബുദ്ധിയുള്ള പിള്ളേരെ പോലെ സംസാരിക്കുന്നു. പിന്നെ ആൾക്കാരെ കാണുമ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ അനിയത്തിയാണ് അവർ മമ്മി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ അനിയത്തി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മമ്മി ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കാവോ, പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഇപ്പം അവൾ നല്ല രീതിയിൽ, അവൾ എഴുതത്തില്ല, ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ്, ഒച്ച വെക്കുന്ന പേടിയാണ്, സംസാരിക്കത്തില്ല, മുറിക്കകത്ത് കയറി ഒരു മുറിക്കകത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ, വേറൊരു മുറിയിലോട്ട് വരത്തില്ല, ആൾക്കാരുടെ ഇരിക്കെ വരത്തില്ല. ഇപ്പോൾ അവൾ എല്ലാവരുമായിട്ട് സംസാരിക്കും, സ്കൂളിൽ പോകും, നല്ലതായിട്ട് പഠിക്കും. ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി അവളുടെ കുർബാനയ്ക്കുള്ള പാടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ അവൾ പഠിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എനിക്ക് വയറ്റിനകത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് 15 സെൻറ്റിമീറ്ററോളം വളർന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ 2-3 ഹോസ്പിറ്റലിൽ അതിൻ്റെ റിസൾട്ട് കാണിച്ചു. അവിടുന്ന് അവരെല്ലാവരും പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ എൻ്റെ മകനും എൻ്റെ മകൻ എന്നെയും കൊണ്ട് പുഷ്പഗിരി ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പം 15 സെൻറ്റിമീറ്റർ എന്നുള്ളത് 15 മില്ലിമീറ്ററായിട്ട് അത് കുറഞ്ഞു. അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട, ഇത് തന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ ആദ്യം തൊട്ടേ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന എൻ്റെ ആങ്ങളയുടെ മകളാണ്. എനിക്ക് വയ്യാത്തത് കൊണ്ട് ആരുടെയെങ്കിലും ആശ്രയം ഇല്ലാതെ വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവളന്ന് 10ാം ക്ലാസ്സിലായിരുന്നു. ഒത്തിരി നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഫുൾ A+ 10ലും അത് കഴിഞ്ഞ് +2ലും ഫുൾ A+ഓടുകൂടി അവൾ പാസ്സായി. ഇപ്പോൾ അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു. പിന്നെ എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയണം. അവൾക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാനെന്നും പറയും, ടിൻസിൻ്റെ കൂടെ കൃപാസനത്തിൽ വാ, അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, വരത്തില്ലായിരുന്നു. പക്ഷേ എന്നോട് തൈലം മേടിച്ചു. ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പുരട്ടി പിറ്റേ ദിവസം തൊട്ട് ആ മുഴ മാറി. ഇപ്പം മുഴയില്ല. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ പിന്നെ ഉടമ്പടി എടുക്കാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ പേര് ജെയിംസ് എന്ന്. ഉടമ്പടി എടുത്തത് ഞാനാണ്. 22/12/2022 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഭർത്താവിന് വയറുവേദന തുടങ്ങി. ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പിത്തസഞ്ചി കല്ലാന്ന് പറഞ്ഞു. പിന്നെ എറണാകുളം ലിസി ആശുപത്രി പോയി. അവിടെ ചെന്ന് MRI ചെയ്തപ്പോഴും പിത്തസഞ്ചി കല്ലാണ്, ഓപ്പറേഷൻ കൂടാതെ മാറില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2/3/23 ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചുമയായതുകൊണ്ട് തിരിച്ചു വിട്ടു. ചുമ മാറിയിട്ട് ചെല്ലാൻ പറഞ്ഞ്. അപ്പം ഞാൻ ഇവിടുന്ന് തന്നുവിട്ട തൈലം വയറ്റത്ത് പുരട്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയത് 11/4/23 ഉടമ്പടി പുതുക്കി. അന്ന് ഈ നിയോഗം, ഭർത്താവിൻ്റെ നിയോഗം ഇവിടെ വെച്ചു. പരിശുദ്ധ അമ്മേ, ഈശോയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ കല്ലെടുത്ത് മാറ്റണമേ, അങ്ങനെ കല്ല് മാറുവാണെങ്കിൽ ഞാൻ ജീവിത പങ്കാളിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പോനില്ല, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകാനുള്ളതാണ്, നിങ്ങൾ പൊക്കോന്നും പറഞ്ഞ് വിട്ടു. അന്നേരം ഉച്ച ആവണതിന് മുമ്പ് ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് തോന്നി ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ എഴുതി കൊടുത്തു. സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പിത്തസഞ്ചി കല്ലില്ല. ആദ്യം കല്ലുണ്ടായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോൾ കല്ലില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഞങ്ങൾക്ക് ഒരു 3,40,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടി. പിന്നെ മൂത്ത മോൻ്റെ വണ്ടി ആക്സിഡൻറ്റിൽ പറ്റി വേറൊരു വണ്ടിക്കിട്ട് ചെന്ന് ഇടിച്ച വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. മോൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ചളങ്ങി. മോനും കുടുംബവും രക്ഷപ്പെട്ടു. അവർ അയർലൻഡിലാണ്. പിന്നെ മോൻ്റെ ആശുപത്രിയിൽ തന്നെ ഒരു ജോലിക്ക് അപേക്ഷ കൊടുത്തു. ഷിഫ്റ്റായിട്ട് ജോലി കിട്ടിയാൽ മാത്രമേ പോകണുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞു ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റായിട്ട് കഴിഞ്ഞ 17/4/23 ജോലിക്ക് കയറി. എൻ്റെ പേര് സുസമ്മ മാത്യു. കോട്ടയം ജില്ലയിലെ തെള്ളകം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. 15 വയസ്സുള്ള എൻ്റെ മകൾക്ക് വേണ്ടി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മുതൽ എൻ്റെ മകൾക്ക് ശരീരം മുഴുവൻ ഭയങ്കര വേദനയും നീരും. സ്കൂളിൽ പോകാൻ പറ്റില്ല. പകുതി സമയം പോലും സ്കൂളിൽ പോകില്ല, ഹാജരൊന്നും ഉണ്ടാവില്ല. വേദന കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു, അത്ര വേദനയായിരുന്നു. നടുവേദനയും ശരീരം മുഴുവൻ വേദനയും നീരും. പല ഹോസ്പിറ്റലുകളിലും, കേരളത്തിൽ ഇനി കയറി ഇറങ്ങാൻ ഹോസ്പിറ്റലുകളില്ല. ബ്ലഡ് ടെസ്റ്റ്, ധാരാളം ബ്ലഡ് ടെസ്റ്റുകളും CT സ്കാൻ, MRI എന്ന് വേണ്ട വളരെയധികം ടെസ്റ്റുകൾ ചെയ്തു. ചെല്ലുന്നിടത്തെല്ലാം ഡോക്ടർമാർ രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് മകളെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്ത് വിടുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം മോൾക്ക് തന്നെ ഡിപ്രസ്സായി. ഡോക്ടറെ അടുത്തേക്ക് ഇനി ഞാൻ ഇല്ല, ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. സ്കൂളിൽ പോകുന്നത് ബാഗ് എടുക്കാനൊന്നും വയ്യ. പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഞാനാണ് രാവിലെ ബാഗ് എടുത്തുകൊണ്ട് പോയി ബെഞ്ചിൽ കൊണ്ട് പുസ്തകം ബാഗ് വയ്ക്കും. വൈകിട്ട് ചെന്ന് ബാഗ് പൊക്കി എടുത്തുകൊണ്ട് പോരും. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. സ്കൂളിലെ HM പറഞ്ഞു അവസാനം ആയുർവേദം കാണിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. ഒരു തരത്തിലും മോൾക്ക് വേദനയും കുറയുന്നില്ല, നീരുമില്ല. ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം നീരുണ്ട്, നല്ല നീരുമുണ്ട്, അതിന് വേദനയുണ്ട്.
എങ്കിലും ഡോക്ടർമാരൊന്നുമില്ല എന്നും പറഞ്ഞ് വിടുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞു. ഈ 9ാം ക്ലാസ്സിൽ പോലും മോള് പകുതി സമയം ക്ലാസ്സിൽ പോയിട്ടില്ല. ജാനുവരി 11 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി 10ാം ക്ലാസ്സിലേക്കാണ്, എൻ്റെ മകൾക്കൊരാശ്വാസം തരണം എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. വീട്ടിൽ പോയി ഞാൻ തൈലം ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. ഉപ്പിട്ട് ആഹാരമൊക്കെ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവകൃപയാൽ ഇന്ന് വരെ ഒരു വേദനയില്ല, നീരുമില്ല. മോൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നതായിട്ടുള്ള ഒരു ലക്ഷണം പോലും ഇല്ല. വളരെ മിടുക്കിയായിട്ടിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. ആ വേദന തല വരെ ഉണ്ടായിരുന്നു. അവസാനം തലയിലേക്ക് കയറി ഒരു കണ്ണ് പോലും വീർത്ത വേദന കൊണ്ട് നിൽക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരു വേദനയില്ല, നീരുമില്ല. എൻ്റെ കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നിതിൻ തങ്കച്ചൻ. എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ സുനോദോസ് പള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ പറയുന്നത് 2017 ഒരു വിസയ്ക്കായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ 3 ലക്ഷത്തോളം രൂപയോളം കൊടുത്തിരുന്നു. 3 മാസത്തിനുള്ളിൽ വിസ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ കയ്യിൽ പൈസ കൊടുത്തത്. ഞാൻ ആ സമയത്ത് വില്ലിംഗ്ടൺ ഐലൻഡിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുകയും വീട്ടിൽ വെറുതെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ആൾ കോളുകൾ എടുക്കുന്നില്ല. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഫോൺ വിളിച്ചിട്ട് ഒരു ഫേക്ക് പെർമിറ്റ് എൻ്റെ കയ്യിൽ അയച്ചു തന്നിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപയും കൂടി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ സംസാരിച്ചതിന് ശേഷം 1 ലക്ഷം രൂപയും കൂടെ കൊടുത്തു. അതിനുശേഷം പിന്നെ ഫോൺ വിളി എടുക്കാണ്ടായി. അങ്ങനെ 1 വർഷമായി 2 വർഷമായി ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിങ്ങൾ അടുത്ത ദിവസം തന്നെയാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും പെർമിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് പെർമിറ്റ് ലഭിക്കുന്നത്. അതിന് പെർമിറ്റ് ലഭിച്ച് ഡേറ്റ് എല്ലാം കിട്ടി. ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ടൈമിൽ തന്നെ റിജക്ഷൻ ആയിരുന്നു. അതിനുശേഷം അപ്പീൽ ചെയ്തു, അതും റിജക്ഷൻ ആയിരുന്നു. അതിനുശേഷം പിന്നെയും അപ്പീൽ ചെയ്യാനായിട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു. അതിനുശേഷം പുതിയ പെർമിറ്റ് എടുത്ത് പിന്നെയും അപ്ലൈ ചെയ്തു. അപ്പോഴും റിജക്റ്റ് തന്നെ ആയിരുന്നു. അപ്പോഴാണ് പെർമിറ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ 2900 സ്ലോട്ടിയുള്ള ഒരു പെർമിറ്റിലും വിസ അവർ സ്റ്റാമ്പ് ചെയ്ത് തരില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആ പദ്ധതി ഞാൻ ഉപേക്ഷിക്കുകയും രണ്ടാമത് വേറെ ഒരാൾ വഴി, തൃശ്ശൂരുള്ള ഒരു വ്യക്തി വഴി ഞാൻ വീണ്ടും വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. വിസയ്ക്ക് 3 മാസം കൊണ്ട് തന്നെ എനിക്ക് പെർമിറ്റ് ലഭിച്ചു. പക്ഷേ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് എനിക്ക് എങ്ങും ലഭിച്ചിരുന്നില്ല. അങ്ങനെ 2 മാസത്തിന് ശേഷം സെക്കന്ദരാബാദിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള VFSൽ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ലഭിച്ചു. ജനുവരി മാസം 27-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് ലഭിച്ചത്. ഞാൻ 26-ാം തീയതി പേപ്പറും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എന്നെ അവർ വിളിച്ചു പറഞ്ഞു 31-ാം തീയതി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഡേറ്റിൽ വന്ന എററാണ്, നിങ്ങൾക്ക് സബ്മിഷൻ ഏപ്രിൽ മാസം 27-ാം തീയതിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജനുവരി 27-ാം തീയതി തന്നെ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഏപ്രിൽ മാസം 27-ാം തീയതി ഞാൻ വിസ സബ്മിറ്റ് ചെയ്യാനായിട്ട് സെക്കന്ദരാബാദിൽ പോയി. സെക്കന്ദരാബാദിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തടസ്സങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. എടുത്ത ഫോട്ടോയിൽ പ്രശ്നമായിരുന്നു, ഫേസ് ക്ലിയർ അല്ല, ഇൻഷുറൻസിൻ്റെ ഡേറ്റ് തെറ്റ്, പിന്നെ വിസ ആപ്ലിക്കേഷൻ ഫോമിലുള്ള തെറ്റുകൾ ഒരുപാട്, അതെല്ലാം വെട്ടി തിരുത്തിയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഒരിക്കലും വിസ കിട്ടില്ലെന്നാണ്. ഇത്തരം പ്രശ്നങ്ങളുള്ള ആർക്കും ഒരു വിസയും കിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളുള്ളെങ്കിൽ മാത്രമേ നമുക്ക് വിസ ലഭിക്കുകയുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അവിടുന്ന് തിരിച്ച് വന്ന് 2-ാം തീയതി വന്ന് വിസ ഞാൻ പുതുക്കി ഞാനിവിടുന്ന് കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് വിസ ലഭിക്കണമെന്ന്. ഇന്നലെ രാവിലെ കൃത്യം 10:30 എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ വയനാട് ജില്ലയിൽ മരകാവ് ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ 15-നാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഫസ്റ്റിലെ. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് കുറച്ച് കടബാധകളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്ന് കൃപാസനത്തിൽ പോ. അപ്പോൾ ഞാനിത് മൈൻഡാക്കാതെ കടന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്ന അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ കടന്ന് ഞാൻ ആലോചിച്ചു ഒന്ന് കൃപാസനത്തിൽ പോയാലോ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ അവിടുന്ന് വണ്ടി കയറി KSRTC കയറി ഇവിടെ വന്ന് ഇറങ്ങി. അപ്പം ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ക്ലാസ് കേട്ടു, കുർബാന കൂടി, ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ മെയിൻ സാക്ഷി എന്ന് വെച്ചാൽ എൻ്റെ കടബാധ്യതയായിരുന്നു. ഞാൻ അതിന് മുമ്പ് 2018 വിദേശത്തേക്ക് പോകാൻ വേണ്ടി പൈസ കൊടുത്തിരുന്നു. ആ പൈസയൊക്കെ ഏജൻറ്റുമാർ വരിച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെ എനിക്ക് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും നോട്ടീസ് വന്നു, ഒരു 15 ദിവസത്തിനുള്ള അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ജപ്തി നോട്ടീസുമായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ ഒരു കാശ് രൂപ വെഞ്ചരിച്ച് തന്നിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ചെന്ന് എന്നെ ബാങ്കിലെ മാനേജർ വിളിച്ചു. മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിൻ്റെ ജപ്തി നടപടി നേരിടുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് അടയ്ക്കാൻ ഒരു നിർവാഹമില്ല. അപ്പോൾ ഈ കൊറോണ ഇതെല്ലാം കാരണം എനിക്ക് ജീപ്പുണ്ടായിരുന്നു, ജീപ്പെല്ലാം വിറ്റു, എനിക്ക് ബാങ്കിൽ അടവടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു, മാനേജർ പറഞ്ഞു, ഇനി നിനക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജപ്തി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ ബാങ്കിൽ പോയപ്പോൾ ഞാൻ ഇവിടുന്ന് നേരത്തെ ദിവസത്തെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ മാനേജറുടെ കൗണ്ടറിൽ കുരിശ് രൂപത്തിലിട്ടു, ഞാനിങ്ങ് പോന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൽപ്പറ്റ റീജിയണൽ മാനേജർ വിളിച്ചു പറഞ്ഞു, വിനോദ ജപ്തി ചെയ്യാൻ പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാം പറഞ്ഞു. നിങ്ങൾ ജപ്തി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ നിനക്ക് ലോൺ പുതുക്കാം, അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാനേജറോട് ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞേ ഇനി പുതുക്കാനും പറ്റില്ല, ഗഡുക്കളായിട്ട് അടയ്ക്കാനും പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നീ ബാങ്കിൽ ചെന്നിട്ട് മാനേജറോട് പറ, മാനേജർ അല്ലെങ്കിൽ സമ്മതിച്ചില്ല എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മാനേജറെ വിളിച്ചു, റീജിയണൽ മാനേജറെ വിളിച്ചു. മാനേജർ പറഞ്ഞു, നിനക്ക് പുതുക്കി തരാം, നീ എത്രയും പെട്ടെന്ന് പേപ്പർ ശരിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പലിശ ഇല്ലാണ്ട് ലോണ് പുതുക്കി തന്നു. ഞാനിപ്പോൾ അത് കറക്റ്റ് അടച്ചു വരുന്നു, ഇതുവരെ ഒരു ബെൻഡിങ്ങും വന്നിട്ടില്ല. രണ്ടാമത്തെ സാക്ഷി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മൂത്ത മകൾ, 2 പെൺമക്കളാണ്. മൂത്ത മകൾ ഡിഗ്രി കഴിഞ്ഞു PGക്ക് വിടണം അല്ലെങ്കിൽ BEdന് വിടണം. അപ്പോൾ ആ കൺഫ്യൂഷനായി, ഇതിനൊക്കെ വേണമെങ്കിൽ പൈസ വേണം, പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ഇതിനെക്കുറിച്ച് ഇവളുടെ പഠനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിപ്പിക്കാൻ ഒരു നിർവാഹമില്ല, ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അപ്പം ഒരു 3 മാസത്തെ കോഴ്സേ ഉള്ളൂ, നീ അന്ന് അതിനെ അന്വേഷിച്ചിട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പം വയനാടിലേ ഇല്ല, അത് കോഴിക്കോടേ ഉള്ളൂ. അങ്ങനെ ഒരു 15-ാം തീയതി ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. 19-ാം തീയതി അവിടെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ 5000 രൂപ അടയ്ക്കണം. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് 5000 രൂപ എന്ന് ഞാൻ അവിടെ ചേർത്തു. അപ്പോൾ ഒരു 6 പുസ്തകമുണ്ട്. 6 പുസ്തകം ബൈബിളിനേക്കാളും കട്ടിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പഠിക്കുമോ എന്ന് എനിക്കൊരു കൺഫ്യൂഷനായി, കൊണ്ട് ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ പരീക്ഷയ്ക്ക് ഞാനിവിടെ കാശ് രൂപവും ഒക്കെ കൊടുത്ത് ഞാനിവിടെ പരീക്ഷയുടെ സമയത്ത് ഇരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. എന്തായാലും മാതാവിൻ്റെ അത്ഭുതം കാരണം അവൾ പരീക്ഷയ്ക്ക് 98% മാർക്കോടുകൂടി അവൾ കോഴ്സ് പൂർത്തിയാക്കി. അങ്ങനെ രണ്ടാമത് അവൾക്ക് ജോലിക്ക് ഇൻ്റർവ്യൂവിന് കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പോകില്ല, ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിക്കണം, ജോലി തരണം. അങ്ങനെ ഞാൻ അവളായിട്ട് മാർച്ചിൽ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടെ വന്ന് അന്ന് തന്നെ ബത്തേരിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു, പിറ്റേ ദിവസം ഹാജരാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പിറ്റേ ദിവസം ചെല്ലാൻ പറ്റില്ല, അതിൻ്റെ പിറ്റേ ദിവസം ചെല്ലാമെന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു. ഏപ്രിൽ 1-ാം തീയതി ഞാൻ ബത്തേരിയിൽ അവരെ ജോലിക്ക് ജോയിൻ ചെയ്തു. മൂന്നാമത്തെ സാക്ഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ മകൾക്ക് പീരീഡ് സമയത്ത് തുടങ്ങിയപ്പോൾ മുതൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തിയായ വയറുവേദന വരുവാണ്. വയറുവേദന അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിൽ കിടന്ന് പൊളയുവാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ബത്തേരി ഡോക്ടർമാരൊക്കെ പോയി കണ്ടു, സ്കാൻ ചെയ്ത് നോക്കുമ്പം ഒരു കുഴപ്പമില്ല, മരുന്ന് തന്നു വിടും, വീണ്ടും ഇത് തന്നെ സ്ഥിതി. അങ്ങനെ ഒരു ദിവസം വയറുവേദന തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് അവളെ നാവിലിട്ട് കൊടുത്തു. ഉടമ്പടി തൈലം വയറിൽ കുരിശ് രൂപത്തിൽ വരച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് ഇനി ഈ വേദന ഇന്നത്തോണ്ട് ഒഴിവാക്കി തരണം, ഇനി എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട്. അതിൽ പിന്നെ ഇന്ന് വരെ അവൾക്ക് വേദന ഉണ്ടായിട്ടില്ല. 3-4 മാസമായി, ഇതുവരെ അവൾക്ക് വേദന വന്നിട്ടില്ല. അതിൽ പിന്നെ 4-ാമത്തെ സാക്ഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു 10-30 വർഷമായിട്ട് കുറേശ്ശെ മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചാലും അലമ്പോ കച്ചറയൊന്നുമില്ല, മദ്യപിക്കും. അങ്ങനെ ഞാൻ ആ സാക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല. പല കല്യാണങ്ങൾ അങ്ങനെ ഓരോരുത്തരും നിർബന്ധിച്ചു, പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം, ഞാൻ അന്നത്തോടുകൂടി പരിപാടി നിർത്തി. പിന്നെ ഈ കൊറോണയൊക്കെ കാരണം എൻ്റെ വണ്ടിയൊക്കെ വിറ്റു, എനിക്ക് പണിയില്ല, ഞാനിങ്ങനെ കൂലിപ്പണിക്ക് പോവും, പിന്നെ മെഷീനിൻ്റെ കാർഡ് വെട്ടാൻ പോവും. അപ്പോൾ ഞാൻ മാതാവിനോട് അന്ന് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് സ്ഥിരമായൊരു ജോലി തരണം. അങ്ങനെ എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മകന് ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ. അവൻ പറഞ്ഞു, ചേട്ടാ കൂലിപ്പണിക്ക് പോകണ്ട, ഇതിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വലിയ വണ്ടിയിൽ നിന്ന് പോയിട്ട് ചെറിയ വണ്ടിയിലേക്ക് പോകാൻ എനിക്കൊരു മടി. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ പോയി എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചെന്ന് ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവരും 1000-500 രൂപയ്ക്ക് ഓടുമ്പോൾ ഞാൻ 2500-3000 രൂപയ്ക്ക് ഓടുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. ഞാൻ ചെന്ന് കഴിയുമ്പോൾ എന്നെ ക്യൂവിൽ കിടക്കുന്ന ഇടയ്ക്ക് നിന്ന് തിരിഞ്ഞ ആൾക്കാർ വിളിച്ചിട്ട് പോവുക, അത്രയ്ക്ക് ഓട്ടം. അപ്പോൾ ഞാൻ രാവിലെ 5:30 പ്രദക്ഷിണ പ്രാർത്ഥനയിലും രാവിലെ ഞാൻ വണ്ടി എടുത്ത് പോകാൻ നേരത്ത് ഞാൻ ഈ പ്രദക്ഷിണ പ്രാർത്ഥനയിലും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാ പോലെ. ഞാൻ എങ്ങനെ കളിച്ചാലും എനിക്ക് അവിടെ ചെന്ന ഓട്ടമാണ്, എനിക്ക് നിൽക്കാൻ സമയമില്ല. അങ്ങനെ എൻ്റെ ബാധ്യതകളെല്ലാം തീർത്തു വരുന്നു, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നു.
ഞാൻ വൃദ്ധമന്ദിര സന്ദർശനത്തിന് പോവും, അവിടെ അരി കൊണ്ട് കൊടുക്കും, രോഗികളെ അടുത്ത് സന്ദർശിക്കാൻ പോവും, പിന്നെ പത്രം കൊണ്ട് വീടുകളിൽ കൂടെ കൊടുക്കും. അങ്ങനെ പോകുന്നു. ഈ കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ്, എൻ്റെ ഭാര്യ ആനീസ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും മുപ്ലിയം ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ദൈവമാതാവും കർത്താവും കൂടി നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായി എൻ്റെ മകൾക്കും എൻ്റെ മകനും ദൈവം നൽകിയ ആ വലിയ അനുഗ്രഹത്തിനാണ് നന്ദി പറയുന്നത്. മകൾക്ക് ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ അവൾക്ക് 2 വിഷയത്തിൽ വളരെ മോശമായിരുന്നു. ഒന്ന് കണക്കിലും പിന്നെ ഒന്ന് ഫിസിക്സിലും. ഈ 2 വിഷയത്തിൽ ഫുൾ A+ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൾക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ നൽകി അവളെ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങളുടെ മകൻ, അവൻ പെട്രോകെമിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് 4 വർഷത്തോളമായി ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവന് ONGCയിൽ പോയി, ബോംബെയിൽ ONGCയിൽ പോയി. അവൻ്റെ കൂടെ അവൻ്റെ സുഹൃത്തുക്കൾ ഒരു 5 പേരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ 5 പേർക്കും അവർക്ക് ഗേറ്റ് പാസ് നൽകി അവന് അവിടേക്ക് അവർക്ക് അവിടെ ജോലി കിട്ടാൻ സാധിച്ചു. എന്നാൽ ഞങ്ങളുടെ മകന് മാത്രം അവിടെ ജോലി കിട്ടിയില്ല. അവൻ വളരെ വിഷമിച്ച് തിരിച്ചു പോന്നു. ആ സമയത്താണ് കൊറോണ രോഗം ഉണ്ടായത്. കൊറോണ വന്നപ്പോഴും ഞങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം വിഷമിച്ചു പോയി. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, ആ കോഴ്സും പഠിക്കുക, അതിനോടനുബന്ധിച്ച് നെബോഷ് എന്നൊരു കോഴ്സുണ്ട്, ഇത് 2ഉം കൂടി ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ അത് പഠിപ്പിച്ചു കഴിഞ്ഞ് എക്സാമിന് ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് കോഴ്സ് വളരെ ടഫായിരുന്നു. അവൻ ഫസ്റ്റ് എക്സാമിൽ അവൻ തോറ്റുപോയി. 2ാമത്തെ എക്സാം വന്നപ്പോൾ അവൻ്റെ കൈവശം ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തു വിട്ടു. നീ ആ കാശുരൂപം പിടിച്ചു തന്നിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. ആ പരീക്ഷയിലും മാതാവ് അവനെ വിജയിപ്പിച്ചു. നല്ല മാർക്കോടുകൂടി അവൻ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ IELTS പരീക്ഷ എഴുതി. അവന് കാനഡയിലേക്ക് പോകണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് IELTS പരീക്ഷ എഴുതി. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ 5.5 സ്കോറോടുകൂടി അവൻ എല്ലാത്തിലും പാസ്സാകുകയും അവിടെ നിന്ന് 1 മാസത്തിനുള്ളിൽ, അതായത് ഈ കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി അവന് അബുദാബിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. അവൻ അങ്ങോട്ട് പോവുകയും ഫസ്റ്റ് ശമ്പളം ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്തു. മാതാവ് ഞങ്ങൾക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തിനും ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഭാര്യയുടെ ചെവിട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ടുള്ള വേദനയ്ക്ക് ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടർ തരുന്ന തുള്ളിമരുന്നുകൾ ഇങ്ങനെ ഒഴിക്കും. പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള ഒരു കുറവ് സൗഖ്യം ആൾക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ആ തൈലം ചെവിട്ടിയിൽ ഒരു തുള്ളി ഒഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഭാര്യയുടെ ആ വേദന നിശേഷം മാറിപ്പോയി. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കൃഷി സംബന്ധമായ ജോലികളാണ്. അപ്പോൾ പാടത്തും പറമ്പിലുള്ള പണികൾ വളരെയധികം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കൈക്കോട്ടുകൊണ്ട് കളയ്ക്കുമ്പോഴൊക്കെ കാല് മുറിയും. എനിക്ക് പ്രത്യേകിച്ച് പ്രമേഹ രോഗമുണ്ട്. അപ്പോൾ കാലിന്മേ ചെറിയൊരു മുറിവുണ്ടായാൽ പോലും അത് പഴുത്ത് ഇങ്ങനെ വ്രണമായി തീരുന്ന ഒരു സവിശേഷതയായിരുന്നു. മാതാവിൻ്റെ ഈ തൈലം പുരട്ടി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ കാലിൻ്റെ ആ വ്രണം പെട്ടെന്ന് മാറി കിട്ടും. അങ്ങനെയും മാതാവ് ഞങ്ങളെ നിരന്തരമായി അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഇത്രയും വലിയ ഉപകാരങ്ങൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാതാവിനും നമ്മുടെ കർത്താവായ ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.